യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. നന്മ നിറഞ്ഞവളെ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഗബ്രിയേൽ ദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു മുഖാമുഖമായിട്ട്. ഞാനിന്ന് നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഗബ്രിയേൽ ദൂതൻ ആ മറിയയ്ക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇന്നേതെങ്കിലും അമ്മമാർ ഇതുപോലെ ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ ഗബ്രിയേൽ ദൂതനെ നേരിട്ട് കണ്ടതാ, ഇനിയാണോ അന്യഭാഷ? ഈ കൂടുതലൊരു അനുഗ്രഹം എന്തോ വേണമെന്ന് ഈ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവളോട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ ഒരു ശിശു ഉരുവാകും, നിനക്കൊരു മകൻ ജനിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറിയ ചോദിക്കുന്നു, ഇത് എങ്ങനെ സാധിക്കും? ഉടനെ ഗബ്രിയേൽ ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്റെ ഉള്ളിൽ ഒരു ശിശു ഉണ്ടാകും, ആ ജനിക്കുന്ന ശിശു വിശുദ്ധ പ്രജയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പോയി കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞില്ല. അന്ന് ദൂതൻ വന്നപ്പോ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് നിഴലിടുമെന്ന്. അന്ന് നിഴലിട്ടതാണ്, അന്ന് അത്ഭുതമൊക്കെ എന്റെ ഉള്ളിൽ നടന്നതാണ്. ഓ, ഇനിയിപ്പോ എന്തോന്നാ ഈ കാത്തിരിപ്പും മറുഭാഷയും എന്ന് ഈ മാതാവ് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അമ്മ എന്നുള്ള ശ്രേഷ്ഠമേറിയ സ്ഥാനത്തെത്തുവാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിച്ചു. അതൊരു വലിയ പദവിയായിട്ട് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ കർത്താവിന്റെ പ്രസംഗത്തിന്റെ മധ്യത്തില് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ കുടിച്ച മുലയും നിന്നെ ചുവന്ന ഉദരവും ഭാഗ്യമുള്ളതെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, യേശുവിന്റെ അമ്മ മറിയ അതിന് ആ കൂട്ടത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നേരെ തലയൊന്ന് പൊക്കി ഞെളിഞ്ഞു നിന്ന് കാണും, ഞാനാണ് ആ വ്യക്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രശംസനീയമായ ഒന്ന് തന്നെയാണ്. ഇത്രയേറെ യോഗ്യതകൾ ഉണ്ടായിരുന്ന ഈ യേശുവിന്റെ അമ്മ മറിയ ഇതെല്ലാം മതി എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുകയായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെ പിൻപറ്റിയ ജനത്തിന് വാഗ്ദത്തം ചെയ്യുന്നത് പോലെ അവർ സഹീയോൻ മാളികയിൽ, മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പോയി കാത്തിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:14 വളരെ വ്യക്തമായി വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. പ്രിയ സ്നേഹിതരെ, ഒന്നാമത്തെ പെന്തിക്കോസുകാരിയാണ് കന്യമറിയ. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ പറഞ്ഞ കൂട്ടത്തിലാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അന്യഭാഷ പറഞ്ഞ കൂട്ടത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. മറിയെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ. പെന്തിക്കോസുകാരിയായിരുന്നു പുള്ളിക്കാരി എന്നുള്ള വിഷയം മറക്കരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആ അമ്മയെ ബഹുമാനിക്കുന്നവർ, ആ അമ്മയെ സ്നേഹിക്കുന്നവർ, ആ യേശുവിന്റെ മാതാവിനെ ബഹുമാനിക്കുന്നവർ, ആ മാതാവ് പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രവുമല്ല, കർത്താവിന്റെ കാലത്ത് ഒരു സോദരീ സമാജം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ, മറ്റേ മറിയ എന്നൊക്കെ ചില സ്ത്രീകളെ കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നു. അവർ തങ്ങൾക്കുണ്ടായിരുന്ന മുതലൊക്കെയും വിറ്റ കർത്താവിനെ ശുശ്രൂഷിച്ചു പോന്നവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സോദരീ സമാജം. എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പോയി കാത്തിരുന്ന കൂട്ടത്തില് ഈ സ്ത്രീകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവര് സാധാരണ വ്യക്തികളായിരുന്നില്ല. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അവനെ അടക്കം ചെയ്തു. അവനെ അടക്കിയതിന്റെ 3-ാമത്തെ ദിവസം യേശുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് മുറിയടച്ച്, എന്റെ ചിന്ത ശരിയാണെങ്കിൽ കതക് മാത്രമല്ല വെന്റിലേഷനും കൂടെ കൊട്ടിയടച്ചിട്ട് അതിനകത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3-ാം ദിനത്തിൽ രാവിലെ നല്ല ഇരുട്ടുള്ളപ്പോൾ, ദൈവത്തിന് സ്തോത്രം, നല്ല ഇരുട്ടുള്ളപ്പോൾ ഈ സ്ത്രീകൾ, മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും 2-3 സ്ത്രീകൾ നല്ല ഇരുട്ടുള്ളപ്പോൾ രാവിലെ കല്ലറയ്ക്കൽ ചെല്ലുവാനിടയായി. നട്ടുച്ചയ്ക്ക് പോലും പുരുഷന്മാർ തന്നെ കല്ലറയുടെ അടുക്കൽ ചെല്ലാൻ പേടിയാണ്, അതിലെ കൂടെ പോകാൻ തന്നെ പേടിയാ. കാരണം ചത്തുപോയ ആരെങ്കിലും ഇവിടൊക്കെ ഉണ്ടോ എന്നുള്ള ആ ചിന്താഗതിയിൽ വിറച്ചാ പോകുന്നെങ്കിൽ തന്നെ വിറച്ചാ പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയില് ചില സ്ത്രീകൾ നല്ല ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെല്ലുന്നു. അവർ ചെല്ലുമ്പോൾ കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് മൃതശരീരം കാണുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മറ്റ് 2 സ്ത്രീകൾ ഈ വാർത്ത അറിയിക്കുവാനായിട്ട്, ശിഷ്യന്മാരെ അറിയിക്കുവാനായി ഓടിപ്പോകുന്നു. മഗ്ദലക്കാരത്തി മറിയ അവിടെ നിൽക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിൽ, ഈ കല്ലറ ഒരു തോട്ടത്തിലായിരുന്നു, ഒരു വ്യക്തി ഈ മറിയയുടെ മുൻപിൽ നിൽക്കുന്നതായി കാണുന്നു.
ഈ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയ ഓടിച്ചെന്ന് ആ വ്യക്തിയോട് പറയുകയാണ്, യജമാനനെ, എന്റെ കർത്താവിനെ നീ എവിടെയാണ് കൊണ്ടുവച്ചത്? പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഞാൻ ആ വേദഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കുക, ഇവൾ എന്തോ ഭ്രാന്തായി പറയുന്നത്. ദൈവത്തിന് സ്വന്തം. ഇവളൊരു സ്ത്രീയാണെന്നുള്ള വസ്തുത അവൾ മറക്കുന്നു. ഇവൾ പറയുകയാണ്, ഞാൻ തനിയെ ഈ മൃതശരീരം എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊന്ന് ഉറപ്പിച്ചാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയുവാൻ അവളെ പ്രേരിപ്പിച്ച വികാരം എന്ന് പറയുന്നത് അവളുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഈ തിങ്ങി നിറഞ്ഞ സ്നേഹം നിമിത്തമായി ഭയം അവളെ വിട്ടുപോയിട്ട് പറയുകയാണ്, നീ അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത്ര തിങ്ങി നിറഞ്ഞ സ്നേഹം ഒരുവളുടെ ഹൃദയത്തിലുണ്ടായിട്ട് അത് പോരെ? ക്രിസ്തീയ ജീവിതത്തിന് അത് പോരെ? പിന്നെ കാത്തിരിക്കണമോ? പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? പിന്നെ അന്യഭാഷ പറയണമോ? ദൈവത്തിന് സ്തോത്രം. ഇത്രയേറെ ദൈവസ്നേഹത്താൽ തിങ്ങി നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നിട്ടും ഈ മറിയയും ഈ മക്കളക്കാരത്തി മറിയയും ഈ സ്ത്രീകളും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആ മർക്കോസിന്റെ മാളികയിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ ആത്മീയമായ പല യോഗ്യതകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കുണ്ടായിരുന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് പര്യാപ്തമായതല്ല. ഇതുകൊണ്ടൊന്നും തൃപ്തി അടഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇന്ന് രാത്രിയിലെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് കൊണ്ടൊന്നും തൃപ്തി അടഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇന്ന് രാത്രിയിലെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് രാത്രിയിൽ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെട്ടുവോ? നിങ്ങൾക്കത് ലഭിച്ചുവോ? ഇത് നിങ്ങളുടെ സ്വന്തമായി തീർന്നുവോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അടുത്തതായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത. ചിലപ്പോൾ ചോദിക്കും, ഇത് പ്രാപിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന്. ദൈവത്തിന് സ്വന്തം. എന്തിനീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? ഇത്രമാത്രം പ്രാധാന്യം നൽകി ഇത്ര ശക്തിയോടെ നിങ്ങൾ ഇതൊക്കെ പറയുന്നല്ലോ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അനേക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? ദൈവത്തിന് സ്തോത്രം. അനേക വിഷയങ്ങൾ ബൈബിളിൽ നിന്ന് പറയുവാനുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു 2-3 വിഷയം നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ താല്പര്യപ്പെടുക. ഒന്നാമത്, പുതിയ നിയമസഭയ്ക്കുള്ളിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്നു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. വളരെ വ്യക്തമാണ്. യഹൂദന്മാരോ, ഞാൻ യഹൂദനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരമ്പര്യത്തിൽ നീ പ്രശംസിച്ചുകൊണ്ട് എനിക്കിനി പരിശുദ്ധാത്മാവ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ യഹൂദനായാലും. ഇവിടെ ആരുമില്ലല്ലോ യഹൂദന്മാർ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അന്ത്യോക്യയിൽ നിന്ന് ആ പാരമ്പര്യം അനുസരിച്ച് അവിടുന്ന് വന്നതാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ യഹൂദന്മാരായിരുന്നു, അവിടുന്ന് വന്നു കയറി ഇവിടെ അവരുടെ തലമുറയിൽപ്പെട്ടതാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാൻ അതും നിഷേധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ നീ ഒരു യഹൂദനായി പിറന്നതാണെങ്കിലും ദൈവസഭയ്ക്കുള്ളിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു യഹൂദനാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവൻ ദൈവസഭയ്ക്കുള്ളിലല്ല. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങൾ പറയുന്ന ഈ സഭ ഏതാ? ഈ ദൈവസഭ ഏതാ? ദൈവത്തിന് സ്തോത്രം.
ഞങ്ങളുടേതാണ് ദൈവസഭ പാരമ്പര്യമായി അങ്ങ് റോമിൽ നിന്ന്, ഞങ്ങളുടേത് അങ്ങ് അന്ത്യോക്യയിൽ നിന്ന്. ചിലര് സഭയുടെ പാരമ്പര്യത്തിന് വഴക്ക അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല പാരമ്പര്യം, ഞങ്ങൾ റോമിലാണ്, ഞങ്ങൾ അന്ത്യോക്യയിലാണ്. പ്രിയമുള്ളവരെ, ഈ സഭയുടെ പാരമ്പര്യം പറയുകയാണെങ്കിൽ അത് റോമിലുമല്ല ആരംഭിച്ചത്, അന്ത്യോക്യയിലുമല്ല, യെരുശലേമിലാണ്. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്ന ആളാ കേട്ടോ. പക്ഷെ റോമിലെ അല്ല, അന്ത്യോക്യയിലുമല്ല. ഞാനെ വിശ്വസിക്കുകയും പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ആ യെരുശലേമിലെ 1-ാം നൂറ്റാണ്ടിലെ ആ പെന്തിക്കോസ്ത് നാളിലെ പാരമ്പര്യമാണ്. നമ്മുടെ പാരമ്പര്യം അതല്ലേ? ആ പാരമ്പര്യമുള്ളവർ കൈ ഉയർത്തിയവർ അല്ലേലിയ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. അല്ലേലിയക്ക് ഇത്രയും ശക്തി മതിയോ? ഉറക്കെ തന്നിടത്തോട് അല്ലേലിയ പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ആരംഭം റോമിലുമല്ല, ഇത് അന്ത്യോക്യയിലുമല്ല, ഇത് യെരുശലേമിലാണ്. ആ മക്കോസിന്റെ മാളികയിൽ 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് പുതിയ നിയമസഭ, ക്രിസ്തുവിന്റെ സഭ, ദൈവത്തിന്റെ സഭ. അത് പെന്തിക്കോസ്ത് നാളിൽ ആരംഭിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പറയാനുള്ള ആ സഭയെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചോദിക്കുന്നു, ആ സഭ ഇപ്പോഴേതാണ്? ഇപ്പൊ 1600-ൽ പരമുണ്ട് ക്രിസ്തീയ സമൂഹങ്ങൾ, 1600-ൽ പരമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ഇടയ്ക്ക് സത്യം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യൻ വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഓരോരുത്തർ അവരവരുടെ വീടിനും അവരുടെ കുടുംബത്തിനും, ഇവിടെ അത്രത്തോളം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പശ്ചിമ തിരുവിതാംകൂറിൽ ധാരാളമുണ്ട്. ഓരോ കുടുംബ പേരിനൊക്കെ ഓരോ സഭ ഉണ്ടാക്കിയിരിക്കുക. പുല്ലമ്പള്ളിയിലെ സഭ, ദൈവത്തിന് സ്തോത്രം. അവരുടെ കുടുംബത്തിനൊരു സഭ, പിന്നെ വീട്ടിലെ സഭ. ഈ അടുത്ത സമയത്ത് ഞാൻ കുമ്പനാടിന്റെ സമീപത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, അപ്പർ റൂം പ്രയർ ഫെലോഷിപ്പ്. സഭയുടെ പേരാ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. മാളിക മുറി പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന സഭയ്ക്ക് പേരിടാൻ യാതൊരു നിർവാഹമില്ല. എന്നിട്ട് അവസാനം കണ്ടുപിടിച്ച അപ്പർ റൂം. ഇനി ലോവർ റൂമും ഒക്കെ ഉണ്ടാകുമായിരിക്കും. എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു ആർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സഭ ഏതാണ്? സത്യസഭ ഏതാണ്? യാക്കോബായിൽ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് സഭയുടെ 4 ഗുണങ്ങൾ: ഏകം, വിശുദ്ധം, കാതോലികം, ശ്ലൈഹികം. ഞങ്ങൾ പറയുന്നു സഭയുടെ അടിസ്ഥാന ഗുണങ്ങൾ ഈ 4ആണ്. ദൈവത്തിന് സ്തോത്രം. ഏകമാണ്, സഭ ഒന്നേ ഉള്ളൂ, ഒത്തിരിയില്ല. ഒരേ ഒരു സഭ മാത്രം. വേദപുസ്തകത്തിൽ ഉടനീളം പഠിച്ചാൽ നമുക്ക് ക്രിസ്തു എന്ന ഏകനെയും സഭ എന്ന ഏക ആ വചനത്തെയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു സഭ, ഒരു കന്യക, ഒരു തികഞ്ഞ പുരുഷൻ, ഒരു യെരൂശലേം, ഒരു വിശുദ്ധ നഗരം എന്നിങ്ങനെയുള്ള ഒരു ഭാര്യ എന്നിങ്ങനെയുള്ള ഏകവചനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. സഭ ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകമാണത്. അതേതാണെന്ന് കണ്ടുപിടിക്കുകയാണ് ശ്രമകരമായ ജോലി. മുക്കിന് ഇന്ന് സഭകൾ ഉയർന്നു വരുന്നു. ഇതിലേതാണ് യാഥാർത്ഥ്യം, ഏതാണ് സത്യം, ഏതാണ് യഥാർത്ഥമായത്, ദൈവത്തിന് സ്തോത്രം എന്ന് കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ വിഷമിക്കുന്നു. ഈ 4 യോഗ്യത നോക്കിയാൽ മതി. ഏകം, അടുത്തത് വിശുദ്ധം. സഭ വിശുദ്ധമാണ്, കണ്ണൂടിയന്മാരുടെ കൂട്ടമല്ല. ദൈവത്തിന് സ്തോത്രം. 6 ദിവസം ഷാപ്പിൽ കിടന്നേച്ച് 7-ാം ദിവസം ട്രസ്റ്റിയായിട്ട് മുമ്പിൽ കയറിയിരിക്കുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചോണം ഇത് യഥാർത്ഥമല്ലെന്ന്. സത്യസഭ വിശുദ്ധമാണ്, അത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. യാതൊരു അശുദ്ധനും അതിൽ പങ്കില്ല, അതിൽ സ്ഥാനമില്ല. യേശു വിശുദ്ധനായിരിക്കുന്ന പോലെ തന്റെ സഭയും വിശുദ്ധമാണ്. 3ാമത്, സഭ കാതോലികമാണ്, മുഴുലോകത്തിലും വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തമായ ജാതിക്കോ ഭാഷയ്ക്കോ സ്വന്തമായ കുടുംബത്തിനോ വർഗത്തിനോ ഒത്തവണ്ണം പ്രത്യേകം സഭയുണ്ടാക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നും അങ്ങനെയുള്ളതിനെ കാണുവാൻ കഴിയും. അമേരിക്കയിലാണ് ധാരാളം മലയാളികൾക്ക് മലയാളി സഭ, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷുകാരുടെ സഭ, സ്പാനിഷുകാർക്ക് സ്പാനിഷുകാരുടെ സഭ. ദൈവത്തിന് സ്തോത്രം. കേരളത്തിലും ഉണ്ട് വകുപ്പുകളും വിഭാഗങ്ങളും. കറുത്തവർക്ക് കറുത്തവരുടെ സഭ, വെളുത്തവർക്ക് വെളുത്തവരുടെ സഭ, സുറിയാനിക്കാർക്ക് സുറിയാനി സഭ, ചേരമന് ചേരമ സഭ, സാമ്പവനെല്ലാം കൂടെ സാമ്പവ സഭ. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാനെ ഇവരെല്ലാം കൂടെ സ്വർഗത്തിൽ പോയ എന്തോ കാട്ടിക്കൂട്ടുമെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അവിടെ ചെന്നും സ്വർഗത്തിൽ ദൈവം ആ സ്വർഗത്തിൽ സ്ക്രീനുകൾ വെച്ച് തിരിച്ചവരെ പ്രത്യേകമാക്കിയില്ലെങ്കിൽ അവിടെ കിടന്ന് തല്ലുകൂടും. ഇവിടെ തമ്മിലടിയല്ലേ? ഇതാണോ സത്യം? ഇതാണോ സത്യസഭ? ദൈവത്തിന് സ്തോത്രം. കാതോലികം, യഹൂദൻ, യവനൻ, ദാസൻ, സ്വതന്ത്രൻ ഒരു ശരീരമായി തീരുന്നതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ പോലെ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ചതുപോലെ, അപ്പോസ്തലന്മാർ സ്ഥാപിച്ചതുപോലെ
ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ സഭ, ദൈവത്തിന് സ്തോത്രം. അടുത്ത ശ്ലൈഹികം, അപ്പോസ്തോലിക അടിസ്ഥാനമുള്ളത്. ഈ ദൈവത്തിന്റെ സഭയിലെ അപ്പോസ്തോലിക കാലത്തുണ്ടായിരുന്ന എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളും ഉണ്ടായിരിക്കും. യഥാർത്ഥ സഭയിൽ മാനസാന്തരം ഉണ്ടായിരിക്കും, സ്നാനത്തിന്റെ ഉപദേശം ഉണ്ടായിരിക്കും, പരിശുദ്ധാത്മാ നിറവിന് ഉപദേശം ഉണ്ടായിരിക്കും, വേർപാടിന്റെ ഉപദേശം ഉണ്ടായിരിക്കും, വിശുദ്ധ ജീവിതത്തിന്റെ ഉപദേശം ഉണ്ടായിരിക്കും, പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഉപദേശം ഉണ്ടായിരിക്കും, ജയജീവിതത്തിന് ഉപദേശം ഉണ്ടായിരിക്കും. ഇങ്ങനെ അപ്പോസ്തോലിക അടിസ്ഥാനമുള്ളതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യസഭയെ കണ്ടുപിടിച്ച് അതിനകത്താകണമെങ്കിൽ, ഈ ദൈവത്തിന്റെ സഭയാൻ ശരീരത്തിനുള്ളിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ഒരൊറ്റ വ്യക്തിയും ക്രിസ്തുവിൻ ശരീരമാകുന്ന സഭയ്ക്കുള്ളിലില്ല എന്നുള്ള വസ്തുത മറക്കരുത്. ബാക്കി എന്തോ വേണേലും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ചിലര് അകത്തായിരിക്കുന്നെന്ന് തോന്നും, പക്ഷെ ഇതുമായിട്ട് ബന്ധം കാണുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ്, കൃത്രിമ പല്ലുവയ്ക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഇന്ന്. ഒറിജിനൽ ദൈവം തരുന്നത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ കൃത്രിമ പല്ലുവയ്ക്കും. വായിക്കകത്തായിരിക്കുന്നെങ്കിലും ഇതിന് ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വേറെ കാര്യം, ഇതിന് പ്രത്യേക പരിഗണന കൊടുത്തില്ലെങ്കിൽ ഇത് തെറിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഞാനൊരു വീട്ടില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിലെ ഒരു അപ്പച്ചൻ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വർത്തമാനത്തിന് സ്പീഡ് കൂടിയപ്പോഴ് വായിൽ നിന്ന് ഏതോ ഒന്ന് എന്റെ മടിയിലേക്ക് വന്നു വീണു. അപ്പച്ചൻ അയ്യോ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഓടി വന്നെടുത്ത് കഴുകി വീണ്ടും വായനകത്ത് വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് തെറിച്ചു പോകും. പിന്നെ പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് അത് വെച്ചേക്കാം. ഇതിനെക്കൊണ്ട് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഉപ്പേരി വേണമെങ്കിൽ കടിക്കാം, വേണമെങ്കിൽ ചാപ്പാട് കഴിക്കാം, പക്ഷെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെ കൊണ്ട് ഇതുപോലുള്ള പരിപാടികളൊക്കെ നടക്കും. കൺവെൻഷന് വേണമെങ്കിൽ പായിടാം, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാം, കഞ്ഞി വെക്കാം, ഇതൊക്കെ ചെയ്യാം. ബാക്കിയുള്ള പല കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ സുവിശേഷം അറിയിക്കാം, രോഗികളെ സൗഖ്യമാക്കാം, പ്രാർത്ഥനാ കൂട്ടങ്ങൾ നടത്താം, സഭയിൽ സ്ഥാനം, അക്ഷരാർത്ഥത്തിലുള്ള ഈ സമൂഹത്തിൽ ഒരു സ്ഥാനത്തിരിക്കാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിക്കാത്തിടത്തോളം കാലം ക്രിസ്തുവിന്റെ ശരീരമാം സഭയുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത മറക്കരുത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. യേശുവിന്റെ സഭയ്ക്കുള്ളിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം, കർത്താവ് വരുന്നത് ദൈവസഭയെ ചേർക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പറയുന്നു കർത്താവ് വരുമ്പോൾ ഞങ്ങൾ പോകും. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും. കർത്താവ് വരുന്നത് കത്തോലിക്കരെ ചേർക്കാനുമല്ല, യാക്കോബക്കാരെ ചേർക്കാനുമല്ല, മാർത്തോമക്കാരെ ചേർക്കാനുമല്ല, പെന്തിക്കോസുകാരെ ചേർക്കാനുമല്ല. സ്വർഗത്തില് അങ്ങനെ പ്രത്യേകം പേരൊന്നുമില്ല. ഈ പേരുകളൊക്കെ ഇവിടം കൊണ്ട് തീരും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെല്ലുമ്പോ കർത്താവ് പറയുന്നില്ല ആദ്യമായിട്ട് പെന്തിക്കോസുകാർ കയറി വരട്ടെ, അവരങ്ങോട്ട് കയറിയിരിക്കട്ടെ എന്നൊന്നുമില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് മാർത്തോമക്കാരെല്ലാം വരട്ടെ, അങ്ങനെയുള്ള വിളിയും പറച്ചിലും ഒന്നും സ്വർഗത്തിലില്ല. ഈ നാമങ്ങളൊക്കെ, ഈ പേരുകളൊക്കെ, ഈ ചട്ടക്കൂടുകളൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും, ഈ ഭൂമി കൊണ്ട് അവസാനിക്കും എന്നുള്ള വസ്തുത മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും, സ്നാനമേറ്റില്ലെങ്കിലും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിലും ഈ ഭൂമിയിലുള്ള ഏതെങ്കിലുമുള്ള ഒരു സമൂഹവുമായി ഒരുപക്ഷെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിൽക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് സമൂഹവുമായിട്ടുള്ളൊരു ബന്ധം ആവശ്യമുണ്ട്. ജീവിതത്തില് വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 ചടങ്ങുകൾ അവരുടെ ജീവിതത്തിൽ നടക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം. 1 മാമോദീസ, 2 കല്യാണം, 3 ശവമടക്കം. ഇതിന്റെ ആവശ്യത്തിന് എവിടെങ്കിലുമായി പറ്റിക്കൂടി നിൽക്കുന്നവരുണ്ട്. വേണമെങ്കിൽ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. എന്നാൽ ദൈവസഭയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ ശരീരവും സഭയുടെ ഭാഗമായി തീരുകയില്ല. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഈ ചോദ്യം ഇന്ന് നിങ്ങളുടെ നേരെ വരികയാണ്. എന്ത് മറുപടി പറയും നിങ്ങൾ? ഈ ചോദ്യത്തിന് നിങ്ങൾ എന്ത് മറുപടി പറയും? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ യേശുവിന്റെ ശരീരവും സഭയ്ക്കകത്തോ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും സഭയ്ക്ക് അകത്തോ അതോ പുറത്തോ? ദൈവത്തിന് സ്തോത്രം. യേശു വരുമ്പോൾ എടുത്തു കൊള്ളപ്പെടണമെങ്കിൽ ദൈവസഭയ്ക്കുള്ളിൽ കാണപ്പെടണം. ദൈവത്തിന്റെ സഭ മാത്രമേ യേശുവിന്റെ വരവിൽ എടുത്തു കൊള്ളപ്പെടുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ചേർക്കുവാനല്ല യേശു വരുന്നത്, ദൈവസഭയെ ചേർക്കുവാൻ. ഈ പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കും.
ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് പറഞ്ഞു, കേരളത്തിൽ പരിശുദ്ധാത്മാവില്ല, എന്നേ പോയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷ പറയുന്നവരുടെ ജീവിതവും പ്രവൃത്തിയും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാൻ വയ്യ, അദ്ദേഹം പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന പരാജയം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നിരിക്കുന്നത് നേരായ പാതയിൽ നിങ്ങളെ നടത്തുവാൻ, ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ, ഒരു ജയജീവിതം ചെയ്യുവാൻ, പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. സ്വയപരിശ്രമത്താൽ പലരും ജയജീവിതം ചെയ്യുവാൻ കഠിനാധ്വാനം ചെയ്യുന്നു. സ്വയപരിശ്രമത്താൽ പലരും പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഠിനാധ്വാനം ചെയ്യുന്നു, തീരുമാനങ്ങൾ ചെയ്യുന്നു, പ്രതിഷ്ഠകളെ ചെയ്യുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, തീരുമാനം ചെയ്യുന്നതിന് മുമ്പേ ഉടയ്ക്കുന്നു. അവസാനം പറയും, എന്നെ കൊണ്ട് പറ്റുകയെന്ന്. കുറുക്കൻ മുന്തിരിങ്ങയ്ക്ക് ചാടിയതുപോലെ 5-6 വട്ടം ചാടി നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ പറയത് പുളിക്കുന്നതാണ്. മുന്തിരിങ്ങ പുളിക്കുന്ന, എനിക്ക് വേണ്ട, ഞാൻ പോവുക. പരിശുദ്ധ ജീവിതമൊന്നും എന്നെ കൊണ്ട് പറ്റുകയല്ലെന്ന്. ഇവരൊക്കെ ഈ പറയുന്ന പോലൊന്നും പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ഇവരെപ്പോ പറഞ്ഞാലും പരിശുദ്ധ ജീവിതം, ജയജീവിതം, ഇതൊക്കെയാ പറയുന്നത്. മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? എന്നെ കൊണ്ട് പറ്റും. ഞാൻ എത്ര നോക്കിയതാണ്, എത്ര പ്രാവശ്യം ഞാൻ തീരുമാനം ചെയ്താണ്, പ്രതിഷ്ഠിച്ചതാണ്. അങ്ങനെ ചെയ്യുകയല്ല കർത്താവ്, ഇങ്ങനെ ചെയ്യല കർത്താവ് എന്നൊക്കെ പറഞ്ഞതാണ്. എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ. സഹോദര, നീ പരാജയപ്പെടാൻ കാരണം നിന്റെ സ്വന്തം പരിശ്രമത്താൽ, നിന്റെ സ്വന്തം ബലത്താൽ നീ പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ നോക്കിയതുകൊണ്ടാണ്. ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴിൽ നീ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്കൊരു ജയജീവിതം, ഒരു പരിശുദ്ധ ജീവിതം പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ്. സ്തോത്രം. എത്ര പേർ ജയജീവിതം ആഗ്രഹിക്കും? എത്ര പേർ പരിശുദ്ധ ജീവിതം ആഗ്രഹിക്കും? യേശുവിനെ പോലെ ആയിത്തീരുവാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ വാഞ്ച എനിക്കുണ്ട്. എനിക്ക് യേശുവിനെ പോലെ ആകണം. അതിനുവേണ്ടിയാണ് ഞാൻ കർത്താവിനെ പിൻപറ്റിയത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായും നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം അവിടെ വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് ഈ സത്യം? യേശു പറയുന്നു, കർത്താവ് ദൈവമേ, പിതാവേ, സത്യത്താൽ ഇവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. ഒരു ദൈവപൈതൽ ദൈവവചനത്തിലൂടെ നടക്കണം. ഒരു ദൈവപൈതൽ ദൈവവചനത്തിലൂടെ നടക്കണം, സത്യത്തിലൂടെ നടക്കണം. എങ്ങനെയെങ്കിലും നടക്കുകയല്ല. ചിലർ ഓടി ജീവിച്ചു, പക്ഷേ ട്രാക്ക് വിട്ടാണ് ഓടിയത്. ഗലാത്യ സഭയുടെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ നന്നായി ഓടി, ശരി തന്നെ, സത്യമനുസരിക്കാതെ വണ്ണം ആർ നിങ്ങളെ തടുത്തു കളഞ്ഞു? ദൈവത്തിന് സ്തോത്രം. ചിലർ ഓടി, അവിടെയും ഇവിടെയും ഓടി, എന്തുമാത്രം ബന്ധപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എവിടെല്ലാം ഓടുന്നു. ഓടുന്ന സ്ഥലങ്ങളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടായി, ഞാൻ പറയുന്നില്ല. അടുത്ത സമയത്തും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, കൺവെൻഷന് വരുമ്പോൾ, കാലിൽ തുണി പൊതിഞ്ഞുകൊണ്ട്, ചെരുപ്പിടാതെ നടന്ന് കാല് പൊട്ടിയ നിമിത്തം കാലിൽ തുണി പൊതിഞ്ഞുകൊണ്ട് ഒത്തി ഒത്തി വളരെയേറെ വിഷമം സഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ചില മനുഷ്യരെ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ കുമ്മനാട് ഫെയ്ത്തോമിന്റെ മുൻപിലൂടെ, ആ റോഡിലൂടെ ഒരു ജാഥയായിട്ട് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തെ, ഒരു പുണ്യസ്ഥലത്തെ, ക്രൈസ്തവ പുണ്യസ്ഥലത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ഒരു ജാഥയെ കണ്ടു. നോക്കിയപ്പോൾ ഒരു 70-75 വയസ്സുള്ള ഒരു അമ്മച്ചി. എനിക്കൂടെ സഹതാപം തോന്നുന്നു. കർത്താവേ, എന്റെ കർത്താവ് പോലും ഇത്രയും പാട് സഹിച്ചില്ല ആ ക്രൂശൻ ചുമന്നുകൊണ്ട്. ഈ അമ്മച്ചി നടന്നു പോകുന്ന ആ കഷ്ടപ്പാട് ഓർത്തപ്പോൾ, കണ്ടപ്പോൾ ഞാൻ നോക്കി നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഓടി, നിങ്ങൾ ഓടി, വളരെ നന്നായിട്ട് ഓടി, വളരെ തീഷ്ണതയോടെ ഓടി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു, മെഴുകുതിരി കത്തിച്ചു, നേർച്ച കാട്ടി അർപ്പിച്ചു, നൊയമ്പ് നോറ്റു. നിങ്ങൾ നന്നായി ഓടി. ചോദ്യം അതുകൊണ്ട് തീരുന്നില്ല. സത്യമനുസരിക്കാതെ വണ്ണം ആർ നിങ്ങളെ തടുത്തു കളഞ്ഞു? പരിശുദ്ധാത്മാവ് നടത്തുകയാണ്, സത്യത്തിലൂടെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് നടത്തുകയാണെങ്കിൽ സത്യത്തിലൂടെയാണ്. പ്രിയ സഹോദര, നീ സത്യത്തിലൂടെയാണോ നടക്കുന്നത്? ദൈവത്തിന്റെ വചനപ്രകാരമാണോ നടക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ ഓടിയത് പ്രയോജനം ഒരു ഫലവുമില്ലാതെയാണ്. ദൈവത്തിന് സ്തോത്രം. സമ്മാനം കിട്ടുകയില്ല, അവിടെ ചെല്ലുമ്പോ പ്രൈസ് കിട്ടുകയില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു കായിക താരം ഏഷ്യാഡിലൊന്ന് ഓടി.
അവസാനം ആദ്യമൊക്കെ കുറെയൊക്കെ പിടിച്ചു നിന്ന ഒരു പരുവത്തിൽ പോയി. അവസാനം ചെന്നപ്പോ ട്രാക്ക് വിട്ടുപോയി. മുമ്പേ ഓടി എത്തിയെങ്കിലും നോ പ്രൈസ്. പലർക്കും ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന മറുപടി ഇതായിരിക്കും, നോ പ്രൈസ്. ഓടി നന്നായിട്ട് സത്യമനുസരിച്ചില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും നടത്തട്ടെ. സ്നാനത്തിന്റെ സത്യത്തിലൂടെ, ദൈവത്തിന് സ്വത്രം, ആത്മനിറവിന് സത്യത്തിലൂടെ, പരിശുദ്ധ ജീവിതത്തിന് സത്യത്തിലൂടെ, വേർപാടിന്റെ സത്യത്തിലൂടെ ദൈവത്തിന് സ്വത്രം, ദൈവാത്മാവ് നിങ്ങളെ നടത്തുമാറാകട്ടെ. ദൈവത്തിന് സ്വത്രം. അടുത്തതായി യോഹന്നാന്റെ സുവിശേഷം 14:26 അവിടെ വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരും. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന എപ്പോഴും യേശു പറഞ്ഞതേ ഓർപ്പിക്കുകയുള്ളൂ. ദൈവാത്മാവ് ഓർപ്പിച്ചാൽ അത് യേശു പറഞ്ഞതായിരിക്കും ഓർപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കർത്താവ് പ്രസ്താവിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ പിതാക്കന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതൊന്നും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കും. തക്ക സമയത്ത് നിങ്ങളെ ഓർപ്പിക്കും. എത്ര വിശേഷിക്കപ്പെട്ട ഉപദേശങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഗിരിപ്രഭാഷണം ശ്രദ്ധിച്ചാൽ മതി. ഒരുത്തന് ജീവിക്കാൻ വേണ്ടതെല്ലാം അവിടെ ഉണ്ട്. 5, 6, 7 അധ്യായങ്ങൾ അത് ശരിയായി പഠിക്കാമെങ്കിൽ, അനുഭവമാക്കാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ജീവിക്കാൻ വേറെ എങ്ങും പോകണ്ട. എല്ലാത്തിനും അവിടെ പ്രമാണമുണ്ട്. നോക്കുന്നതിന് പ്രമാണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ ഇച്ഛയോടുകൂടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തു പോയി. അതുകൊണ്ട് നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോണം. ദൈവത്തിന് സ്തോത്രം. വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കിന് പ്രമാണമുണ്ട്. പഴയ നിയമം പറയുന്നു, ഒരുവൻ കൊല ചെയ്താൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. യേശു പറയുന്നു, നിന്റെ സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപാകെ പോയി നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും. നരകത്തിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. അടുത്തുള്ള സഹോദരനെ മൂടാന്നൊന്ന് വിളിച്ചാൽ മതി. പാസ്പോർട്ട്, വീസായും ഫ്രീ, ഉടൻ റെഡിയാ. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോ ചെല്ല പറയും, എന്റെ കർത്താവെ എത്ര എണ്ണം കാണും പോകാനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒറ്റ ഒരെണ്ണം ഇല്ലാതെ വരികയില്ല. പ്രമാണം ശരിയാണെങ്കിൽ ഇതനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഈ പ്രമാണാനുസരണം ജീവിക്കുന്ന ഒരുത്തൻ ഇല്ലെങ്കിൽ പോലും ഈ പ്രമാണത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരുത്തനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ പ്രമാണങ്ങൾ അവിടെ കാണുന്നു. ഒരുവൻ നിന്റെ ഒരു ചള്ളക്കടിച്ചാൽ മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണോന്ന്. സ്വർഗത്തിൽ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവിൻ. ഇത് നാഷണൽ ഹൈവേ അല്ല. ഈ മാർഗം നാഷണൽ ഹൈവേ അല്ല. ഇഷ്ടാനുസരണം ഓടിക്കയറാവുന്ന ഒന്നല്ല ദൈവസിംഹാസനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിന്റെ വചനപ്രകാരം നടത്തും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രമാണപ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് പുറകിലിരുന്നുകൊണ്ട് വിളിച്ചു പറയും, മകനെ നീ ഇത് പറയരുത്. ഉള്ളിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞു വരുമ്പോൾ അവനെ മൂടാന്നൊന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയും, മകനെ നീ ഇത് പറയുന്നു, നീ നരകത്തിൽ പോവും. ഉടനെ ബ്രേക്ക് ഇടും. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട്. 4, യോഹന്നാന്റെ സുവിശേഷം 14:16 അവിടെ നാം വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും. മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തപ്പോൾ ഒരു ചെറിയ വിഷമം പറ്റി, കാര്യസ്ഥനെന്ന്. പരിശുദ്ധാത്മാവ് ഒരു ഭാഗത്ത് കാര്യസ്ഥനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യസ്ഥൻ. ഒരു കുടുംബത്തിന്റെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ ഭവനത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന, ചുമതല വഹിക്കുന്ന കാര്യസ്ഥൻ. നമ്മുടെ ജീവിതത്തിന്റെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവായിരിക്കട്ടെ. അടുത്തതായി മറ്റൊരു പദം, ഇംഗ്ലീഷ് പദം, കംഫർട്ടർ, ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ കലക്കി, ഹൃദയത്തെ കലക്കി, അസ്വസ്ഥത കൊണ്ട് നിറച്ച് ദുരിതപൂർണമാക്കി മാറ്റുന്നു. കഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ, പരിശോധനകൾ ജീവിതത്തിൽ നേരിടുമ്പോൾ, വളരെയേറെ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ ജീവിതത്തെ അലട്ടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഈശാനമൂലം കാറ്റുകൾ അടിക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ, പെരുങ്കാറ്റുകൾ, തിരമാലകൾ,
നിങ്ങളുടെ വിശ്വാസ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ആശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പരക്കം പായുമ്പോൾ, മനുഷ്യരുടെ അടുക്കൽ ആശ്വാസത്തിനു വേണ്ടി ഓടുമ്പോൾ, സ്വന്തം ജനങ്ങളുടെ അടുക്കൽ ആശ്വാസത്തിനു വേണ്ടി ഓടുമ്പോൾ, അവിടെ നിന്നെങ്ങും ആശ്വാസം ലഭിക്കാതെ നിങ്ങൾ ദുഃഖിതരായി തീരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ലോകത്തിൽ ആർക്കും നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഒരാശ്വാസപ്രദനുണ്ട്. ഒരാശ്വാസപ്രദനുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വ്യഥകളെ നീക്കുവാൻ, നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരാശ്വാസപ്രദനുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ദൈവപൈതലിന്റെ ആശ്വാസപ്രദനാണ്. ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര, നിന്റെ മനസ്സ് നീറുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. മുട്ടുമടക്ക് ദൈവസന്നിധിയിലെ അല്പസമയം ആത്മാവിൽ നിറയുക. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ ലോകത്തിൽ ഒന്ന് തന്നാലും ലഭിക്കാത്ത ഒരു വലിയ ആശ്വാസം നിറയുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. ഭയാനകമായ വനാന്തരത്തിന്റെ നടുവിലൂടെ ഏകനായി കടന്നുപോകുന്ന അന്തരീക്ഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാനുഷികമായ കരങ്ങൾ കൈവിടുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്നേഹിക്കുന്ന മനുഷ്യർ പുറംതിരിഞ്ഞു നിൽക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുകൂലമെന്ന് തോന്നിയിരുന്നതൊക്കെ പ്രതികൂലമായി തീർന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം എന്നെ ആശ്വസിപ്പിച്ചുറപ്പിച്ചു നിർത്തിയത് ഈ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ആശ്വാസം പ്രാപിച്ചവർ കരങ്ങളെ ഉയർത്തിയത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മുട്ടുമടക്കി ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷയെ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ ആശ്വാസത്തിന് വേണ്ടി സിനിമാ തിയേറ്ററിൽ പോന്നു. ഒരിക്കൽ ഒരാൾ പറഞ്ഞതാണ്, ജീവിതത്തിലെ കഷ്ടം മറക്കുവാൻ 3 മണിക്കൂറെങ്കിലും സാധിക്കുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നു. ആ വെള്ളിത്തിരയിലെ ചാടുന്ന, ഓടുന്ന, ചിരിക്കുന്ന, ആ കളിക്കുന്ന മനുഷ്യരെ കണ്ട് ഇവനും സന്തോഷിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. ഈ കാണാൻ പോകുന്ന മനുഷ്യർക്കറിയാമോ, ആ ചിരിക്കുന്നവന് സമാധാനമില്ലാതാണ്. കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ വായിച്ചുള്ള പേപ്പറിൽ സിൽക്ക് സ്മിത മദ്രാസിൽ ആത്മഹത്യ ചെയ്തു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആരാധകരുണ്ടായിരുന്നു അവളുടെ പിന്നാലെ. മനോരമയിൽ നിങ്ങളും വായിച്ചു കാണും. അവൾ കടിച്ചിട്ടെറിഞ്ഞ ഒരു ആപ്പിൾ കഷ്ണത്തിന് വേണ്ടി പുരുഷന്മാർ തമ്മിൽ തല്ലിയെന്ന്. അത്രമാത്രം ആരാധകരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ അനേകരെ ആശ്വസിപ്പിച്ചു, അനേകരെ സന്തോഷിപ്പിച്ചു. അവളെ കണ്ടുകൊണ്ട് അനേകർ സന്തോഷിച്ചു. പക്ഷെ അവളോ ആശ്വാസമില്ലാതെ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, എങ്ങുമെങ്ങും ചെന്നെത്തുവാൻ കഴിയാതെ ആത്മഹത്യയാൽ ജീവിതം അവസാനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് കാണാൻ അങ്ങോട്ട് പോകുന്നവന്റെ ഗതി ഇതാ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയെ സംസാരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മാവിലുണ്ടാകുന്ന വിശ്രാമം, സ്വസ്ഥത. യെശയ്യാ പ്രവചനം 28:11 വായിക്കുന്നു, അതേ വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എന്നാലും അവർക്ക് കേൾക്കാൻ മനസ്സുണ്ടായില്ലെന്ന് അവിടെ വായിക്കുന്നു. ഇത് പറയുമ്പോ ചിലർ പറയും, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിലൂടെ ദിവ്യമായ ആശ്വാസം നിങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തെ നിങ്ങൾ പ്രാപിച്ചുകൊള്ളുകയും ഇതിന് വില കൊടുക്കേണ്ട. ചിലർ ആശ്വാസത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്കു വേണ്ടി എത്ര ആയിരക്കണക്കിന് പണം ചിലവഴിക്കുന്നു. യാതൊരു പണത്തിന്റെയും ചിലവില്ലാതെ സ്വർഗത്തിലെ ദൈവം ഈ വിശേഷിക്കപ്പെട്ട ആത്മീയ അനുഭവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. അനുഭവത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ദൈവത്തിന് സ്തോത്രം.